സമാപ്തിയിലേക്ക് എത്തിയിരിക്കുകയാണല്ലോ. 40 ദിവസത്തെ നോമ്പാചരണത്തിന് ശേഷം കർത്താവിന്റെ വിലയേറിയ കഷ്ടാനുഭവ സ്മരണയിലേക്ക് നാം പ്രാർത്ഥനാപൂർവ്വം പ്രവേശിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഇതുവരെ നാം നോറ്റ നോമ്പ് ദൈവത്തിൽ നിന്നും കൃപകളെ പ്രാപിക്കുവാൻ ഉതകുന്നത് ആണോ എന്ന് സ്വയം പരിശോധിക്കണം. ഇന്ന് ലാസറിന്റെ ശനിയാഴ്ച. മരിച്ച് 4 ദിവസം കഴിഞ്ഞ ലാസറിനെ യേശു ഉയർപ്പിച്ച മഹാ അത്ഭുതത്തെ സ്മരിക്കുന്ന ദിവസം. ശുദ്ധമുള്ള യോഹന്നാൻ 11:35 യേശു കണ്ണീർ വാർത്തു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദുഃഖിക്കുന്ന മനുഷ്യരുടെ ദുഃഖത്തിൽ പങ്കുചേരുകയും ആ ദുഃഖത്തിന് പരിഹാരം കാണുകയും ചെയ്യുന്ന യേശുവിനെയാണ് നാം ഇവിടെ കാണുന്നത്. പ്രിയമുള്ളവരെ, ദുഃഖത്തിലും പ്രതിസന്ധിയിലും അകപ്പെട്ടു പോയിട്ടുള്ള സമജീവികളുടെ ദുഃഖത്തിൽ പങ്കുചേരുവാനും അവരെ ആശ്വസിപ്പാനും നമ്മെ കൊണ്ടാകുന്ന രീതിയിൽ ആ ദുഃഖത്തിന് പരിഹാരം കാണുവാനും നമുക്ക് സാധിക്കണമെന്ന വലിയ ഒരു ഉപദേശവും കർത്താവ് ഈ അധ്യായത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. യെശയ്യാ 58:6 പറയുന്നു, വിശപ്പുള്ളവന് നിന്റെ ആഹാരം നുറുക്കി കൊടുക്കുന്നതും അലഞ്ഞു നടക്കുന്ന സാധുക്കളെ നിന്റെ വീട്ടിൽ ചേർത്ത് കൊള്ളുന്നതുമാണ് നോമ്പ് എന്ന്. അവരുടെ കുരുവിന് പരിഹരിക്കുവാനുള്ള തീർത്ഥാടനമായിരിക്കണം നോമ്പ്. നമുക്കുള്ളതിൽ നിന്നും മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ തയ്യാറാകുമ്പോഴാണ് ദൈവത്തിൽ നിന്നും കൃപകളെ പ്രാപിക്കുവാൻ സാധിക്കുന്നത്. ഈ സാഹചര്യത്തിൽ 1-2 ചെറിയ ചിന്തകൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ശുദ്ധമുള്ള യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിന്റെ 6-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗത്തിൽ നമുക്ക് സുപരിചിതമായ ഒരു അത്ഭുതം കർത്താവ് ചെയ്യുന്നതായി കാണുവാൻ സാധിക്കും. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്ന സംഭവം. അപ്പം ഭക്ഷിച്ചവരെല്ലാം തൃപ്തരായി മടങ്ങിപ്പോയെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഈ അത്ഭുതത്തിന്റെ പിന്നാമ്പുറത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ അപ്പം അന്വേഷണം നടക്കുന്ന ശിഷ്യന്മാരുടെ നേരെ തന്റെ കൈവശം ഉണ്ടായിരുന്ന അപ്പവും മീനും നീട്ടിക്കൊടുക്കുന്ന ഒരു ബാലനെ കാണുവാൻ സാധിക്കും. നമ്മുടെ കൈവശമുള്ളത് മറ്റുള്ളവരുടെ ഒരു നേരത്തെ വിശപ്പടക്കുവാൻ ഉതകുന്നത് ആണ് എങ്കിൽ അത് സന്തോഷപൂർവ്വം നാം കൊടുക്കുവാൻ തയ്യാറാകുമ്പോഴാണ് നോമ്പ് പൂർണ്ണതയിൽ എത്തുന്നത് എന്ന് നാം മനസ്സിലാക്കണം. വിധവയുടെ ചില്ലിക്കാശിനെ കർത്താവ് പ്രകീർത്തിച്ചതിന് കാരണം അവൾ തനിക്കുള്ളത് പൂർണ്ണമായും പൂർണ്ണ മനസ്സോടെ നൽകിയത് കൊണ്ടാണ്. നമുക്കുള്ളത് മറ്റുള്ളവർക്ക് പൂർണ്ണ മനസ്സോടെയാണ് നാം നൽകുന്നത് എന്ന് സ്വയം പരിശോധിക്കണം. പലപ്പോഴും കൊടുക്കുന്നതിനേക്കാൾ മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് എന്ത് ലഭിക്കുന്നു എന്നാണ് നാം നോക്കുന്നത്. വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യം എന്നാണ് അപ്പോസ്തല പ്രവൃത്തികൾ 20:35 പറയുന്നത്. പൂർണ്ണ മനസ്സോടെ ദൈവിക പ്രവൃത്തികൾക്കായി നാം നൽകുമ്പോൾ ദൈവിക അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകുമെന്ന് വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. നീ അളക്കുന്ന അളവിനാൽ നിനക്കും അളന്നു കിട്ടുമെന്ന് ലൂക്കോസ് 6:38 പറയുന്നു. ഒരു കഥ ഇങ്ങനെ വായിച്ചതായി ഓർക്കുന്നു. ഒരു യാചകൻ ഭിക്ഷയാചിച്ച് നടക്കുമ്പോൾ വഴിയിൽ വെച്ച് രാജാവിനെ കണ്ടുമുട്ടി. വല്ലതും കാര്യമായി ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ അയാൾ രാജാവിനോട് ഭിക്ഷയാചിച്ചു. പെട്ടെന്ന് അയാളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് രാജാവ് തിരിച്ചു കൈനീട്ടി ഭിക്ഷയാചിച്ചു. വിറയ്ക്കുന്ന കരങ്ങളോടെ തന്റെ ബാണ്ഡക്കെട്ടിൽ നിന്നും ഒരു ധാന്യമണി അദ്ദേഹം രാജാവിന് നൽകി. രാജാവിന്റെ ഈ പ്രവൃത്തിയിൽ അതിശയം തോന്നിയ അയാൾ അന്നത്തെ ഭിക്ഷാടനം നിർത്തി വീട്ടിലെത്തി തന്റെ ബാണ്ഡക്കെട്ടുകൾ അഴിച്ച് അന്ന് തനിക്ക് ലഭിച്ച ധാന്യമണികൾ നിലത്ത് കുടഞ്ഞിട്ടു. അതാ തന്റെ ധാന്യമണികളുടെ കൂട്ടത്തിൽ ഒരു പൊന്നിൻ ധാന്യമണി. ഇത് എങ്ങനെ സംഭവിച്ചു? അയാൾ ചിന്തിച്ചു. താൻ രാജാവിന് നൽകിയ ധാന്യമണിക്ക് പകരം തനിക്ക് ലഭിച്ചതാണ് ഇത്. ദൈവമേ, ഇത് മുഴുവൻ ഞാൻ രാജാവിന് നൽകിയിരുന്നെങ്കിൽ. അയാൾ വിതുമ്പിപ്പോയി. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിന്റെ അവസാനം നാം ഇങ്ങനെ സങ്കടപ്പെടാതിരിക്കണമെങ്കിൽ നമുക്കുള്ളത് സഹജീവികളുമായി നാം പങ്കുവെക്കണം. ഈ വലിയ നോമ്പ് പങ്കുവെക്കലിൽ വലിയ സന്തോഷം രുചിച്ചറിയുന്ന നോമ്പായി തീരട്ടെ. സഭ കൽപ്പിക്കുന്ന 50 ദിവസം മാത്രമല്ല, ബാക്കിയുള്ള 315 ദിവസവും ഈ നോമ്പാൽ നാം ആർജിച്ചെടുത്ത ദൈവിക കൃപയാൽ മുന്നോട്ട് പോകുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. വാക്കുകളിൽ നിർത്തുന്നു. ദൈവത്തിൽ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ.